ഓക്കെ, എല്ലാരും വാ. നമ്മുടെ മിഷൻ ആരംഭിക്കാൻ പോവുകയാണ്. എല്ലാവരും റെഡിയല്ലേ? റെഡിയാച്ചാന്ന് പറഞ്ഞതാ. നമ്മുടെ മിഷൻ ഫ്ലവർ ടെയിൽ ആരംഭിക്കാൻ പോവുകയാണ്. ഫ്ലവർ ടെയിലാ? അതെ, മിഷൻ പൂവാലൻ. പൂവാലൻ. ഇന്ത്യയിൽ ഒരു പൂവാലനും ഇനി ഒരു പെണ്ണിനെ കമന്റ് അടിക്കാൻ പാടില്ല. അതിലൊരു വാണിംഗ് ആണ്. ഈ പൂവാലന്മാരാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ശാപം. അങ്ങനെയാണെങ്കിൽ നീയാണ് ഈ നാട്ടിലെ ഏറ്റവും വലിയ ശാപം. എടാ, നീ ഒടുക്കത്തെ പൂവാലനായിരുന്നില്ലേ? നീ ഇവളുടെ പുറകെ പൂവാലാട്ടി നടന്നപ്പോഴല്ലേ ഞങ്ങൾ എല്ലാവരും കൂടി തല്ലി ഇവളെ കെട്ടിച്ചത്. അങ്ങനെ കെട്ടിച്ചെങ്കിൽ എന്താ? മോക്ക് നല്ല കണിക്കൊന്ന പോലത്തെ ചെറുക്കനെ കിട്ടിയില്ലേ? പിന്നെ കണിക്കൊന്ന മുറ്റത്ത് ഇങ്ങനെ വെറുതെ നിക്കാന്നേ ഉള്ളു. പൂവിന്റെ ആവശ്യം വരുമ്പോ പുറത്തുനിന്ന് മേടിക്കണം. അതായത് കാര്യങ്ങൾ നടക്കാനിട്ടല്ല. എനിക്ക് ടെൻഷൻ ആവുന്നു. നിങ്ങൾ എന്താ പ്ലാൻ ചെയ്യുന്നത്? അതായത് ഈ മിഷൻ ഫ്ലവർ ടെയിൽ എന്ന് പറഞ്ഞാൽ വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. എല്ലാ ദിവസവും ഇവിടെ വരുമ്പോഴല്ലേ മോളെ അവൻ ശല്യപ്പെടുത്തുന്നത്. അപ്പൊ മോൾ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ആ പൂവാലം വരുന്നു. ഈ പൂവാലം വരുന്ന സമയത്ത് നീ എന്ത് ചെയ്യുന്നു? മൊബൈൽ ഫോൺ വെച്ച് ഷൂട്ട് ചെയ്യണം. അത് വൈറലാക്കും. നിന്നെ ഞാൻ വീട്ടിൽ നിന്ന് പുറത്താക്കും. അത് വൈറലാക്കാനുള്ളതല്ല, അത് നമുക്കൊരു തെളിവിന് വേണ്ടിയിട്ടുള്ളതാ. കാരണം കാണിക്കൽ. അതെ, ഈ സമയത്ത് നീ എന്ത് ചെയ്യണം? ഞാൻ എന്ത് ചെയ്യണം? മുട്ടമ്പടിയായിട്ട് ആ മരത്തിന്റെ പുറകിൽ ഒളിച്ചിരിക്കണം. അപ്പൊ ആ പൂവാലം വന്ന് ശല്യപ്പെടുത്തുന്ന സമയത്ത് നമ്മൾ അടി തുടങ്ങും. ഞാനവനൊട്ട് പെരിക്കും. അപ്പൊ എനിക്ക് അടിക്കണ്ടേ? അതുകൊള്ള ഇവന്റെ കൂടെ കൂടി നീ അടി തുടങ്ങിയ 90 കടിക്കുള്ളു. അല്ല, ഒരു ഫുള്ള് മേടിച്ചാ 190 എനിക്ക് കിട്ടിയാ കിട്ടി. അപ്പൊ നമുക്ക് തുടങ്ങാല്ലേ? അച്ഛാ, ഞാൻ പറയണതേ, അയാള് വരുമ്പോ പറഞ്ഞ് മനസ്സിലാക്കി ചെറുതായിട്ടൊന്ന് പേടിപ്പിച്ച് വിട്ടാ മതി. എന്ത് കാര്യത്തിന് അടിച്ചു കൊല്ലണവനാ? ആരോ വരുന്നുണ്ട്. പൂവാലൻ. അപ്പോൾ നമ്മുടെ മിഷൻ ഫ്ലവർ ടെയിൽ ആരംഭിക്കുകയാണ്. മിഷൻ സ്റ്റാർട്ടഡ്. ഒളിച്ചോ. പൊസിഷൻ. ആരെണ്ണും 1 2 3 4 5 ഞാൻ തന്നെ എണ്ണി ഞാൻ തന്നെ വിളിക്കാം. കുട്ടി, എന്താ? ഒന്ന് വരാവോ? ക്യാമറ ഇന്ന് തീരം തേടും തിരയുടെ പാട്ടിൽ താളലയത്തിൽ ഉണർന്നു മദാലസയായി. ക്യാമറയല്ല, ക്യാമറ ഷൂട്ട് ചെയ്യാൻ. ഒരു മൂടിലങ്ങ് വരിയായിരുന്നു. അതെ, ഒരു കാര്യം പറഞ്ഞോട്ടെ. കുറെ നാളായിട്ട് ഞാൻ കൊണ്ടു നടക്കുക. എന്താ? മതി, എനിക്ക് മനസ്സിലായി. അത് ഞാൻ പറഞ്ഞു തീർന്നില്ല, പിന്നെ എങ്ങനെ മനസ്സിലായി? ഐ ലവ് യു എന്നല്ലേ പറയാൻ വന്നത്? വെരി ഗുഡ്, സൂപ്പർ. സൂക്ഷിക്കണേ. ഓക്കെ, ഞാൻ വീട്ടിൽ കാണുവേ. പൊന്നച്ച അവിടെ കിടന്ന് കച്ച മതിക്കാതെ അവന്റെ നെഞ്ചത്തെ ഔട്ട്. ഇവനല്ല അവനെങ്കിൽ അവനെ പോലത്തെ ഒരുത്തനല്ലേ ഇവൻ. നിന്നോട് ഐ ലവ് യു പറഞ്ഞില്ലേ? ഞാൻ ഐ ലവ് യു ഒന്നും പറഞ്ഞിട്ടില്ല. പിന്നെ നീ എന്താണ് എഴുതി കാണിച്ചത്? ഇതെന്താണെന്ന് എനിക്ക് അറിയില്ല. അത് ഞാൻ ആ കുട്ടിക്ക് ചോദിക്കുമായിരുന്നു. ഇത് ഇംഗ്ലീഷ് ആണല്ലോ. ഹിന്ദി ഹിന്ദി ആണെന്നെങ്കിലും പറയായിരുന്നു. ഇല്ലിക്കൽ ട്രേഡേഴ്സ്. ഐ ലവ് യു അല്ലേ? അല്ലല്ല, എനിക്ക് ഇംഗ്ലീഷ് അത്ര വശമില്ല. ഈ സംഭവം എവിടെയാണ് ഞാൻ ചോദിക്കാൻ വേണ്ടിയാ. ആംഗലേയ ഭാഷ അറിഞ്ഞൂടാ തെണ്ടി. ഇംഗ്ലീഷ് പഠിക്കാതെ മേലാൽ ഈ ജംഗ്ഷനിൽ കണ്ടുപോരുന്നു. ചീറ്റി പോയല്ലേ? പോയതാ. നിന്നെ അടി കൊണ്ട് അവന്റെ കാറ്റ് പോയായിരുന്നു കയ്യിലും പാടാൻ. അയ്യോ, നിങ്ങൾ എന്തിനാണ് തല്ലിയത്? അവന് ആംഗലേയ ഭാഷ അറിഞ്ഞുവിടുന്ന തെണ്ടി. നിങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാവോ? ശരി, അതാണ് അവിടുത്തെ പ്രശ്നം. അവനെ ഇതിന്റെ അടുത്ത് ഇടപെട്ട് കഴിഞ്ഞാൽ നമ്മുടെ പണി നടക്കുവോ? പിന്നെ നമ്മുടെ മിഷൻ കംപ്ലീറ്റ് ആവോ? അവനൊരു വൈറസ് ആണ്, ഗെയിം ഓവർ ആക്കി കളയോ. ശരിയാണ് കേട്ടോ. അച്ഛാ, അവൻ വരുന്നുണ്ടോ? അപ്പോ ഓപ്പറേഷൻ ഫ്ലവർ ടെയിൽ റീസ്റ്റാർട്ടഡ്. ഓക്കേ, സ്പ്ലിറ്റ് പൊസിഷൻ. അവൻ ട്യൂണിങ് തുടങ്ങി. അടിക്കല്ലേ, ശല്യപ്പെടുത്തി തുടങ്ങും. അടിച്ചാ മതി. അവൻ ശല്യപ്പെടുത്തി തുടങ്ങി. അടിക്കരുത്. നിനക്കെന്ത് എത്ര നിർത്തി? എക്സ്ക്യൂസ് മീ, ഈ സമയത്ത് ഇതാരാ വിളിക്കുന്നത്? ഹലോ? അയ്യോ, ഒട്ടാർന്ന് മൂട് പോയല്ല. അവന്റെ മൂട് പോയി. അയ്യോ, മൂട് പോയി. ഞാനൊന്ന് മൂടാക്കിയാലോ? ഞാൻ ചെന്ന് ചെയ്തോളാം.
മോനെ എന്താ പോലെ ഇങ്ങനെ വിഷമിച്ചിരിക്കണത്? ചേട്ടാ ഭയങ്കര ടെൻഷൻ ചേട്ടാ. എന്ത് പറ്റി? അച്ഛൻ ആശുപത്രിയിലാക്കി. അയ്യോ അച്ഛനെന്ത് പറ്റി? ജസ്റ്റ് പെയിൻ. ജസ്റ്റ് ഒരു പെയിൻ അല്ലേ ഉള്ളൂ, അത് ബാമു വെച്ചാ മാറൂല. ജസ്റ്റ് ഒരു പെയിനിൽ അറ്റാക്കിന്റെ ആരംഭാന്നാ പറഞ്ഞത്. അതിന് ഞാൻ ഹോസ്പിറ്റൽ വരെ പോയി. നീ പോകില്ലേ? മോനും ഇവിടെ എന്തിനാ വന്നത്? ഞാൻ ചുമ്മാ ഒരു രസത്തിന് വന്നതല്ലേ. ചുമ്മാ അല്ല, ആ കൊച്ചിനെ വളക്കാൻ വേണ്ടി വന്നതല്ലേ. ഇത് സത്യം പറയട്ടെ, നിങ്ങൾ തമ്മിൽ നല്ല ചേർച്ചേ. പിന്നെ അപ്പൊ അത് നടക്കട്ടെ. അല്ല ചേട്ടാ, എനിക്ക് എന്തായാലും ഒന്ന് ആശുപത്രി പോണം. ഇപ്പൊ എക്കോ എടുക്കണമെന്നാ പറഞ്ഞേക്കണത്. ഇവിടെ നെഞ്ചുവേന്റെ അടുത്ത് അച്ഛൻ അവിടെ എക്കൂട്ട് പാട്ട് പാടി കൊടുക്കാൻ പോണാ. ഒന്ന് പോയേ ഞാൻ. അങ്ങനെ നീ പോണെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരാളോട് ചോദിക്കണം. ഞാനായിട്ട് ഒരു ബന്ധുവില്ലാത്ത അച്ഛ ഒന്ന് ഇങ്ങോട്ട് വന്ന്. ഞാൻ ഇതുപോലെ കാണാത്ത മരുമോനെ. എന്താ എന്താ പ്രശ്നം? അതെ, ഈ ചെക്കനില്ലേ നോണ്ട നിക്കണോ പെൺകുച്ചില്ലേ, അതിനെ വളക്കാനായിട്ട് വന്നതാ. അടിപൊളി, നല്ല കുട്ടി. കൺഗ്രാജുലേഷൻ. പക്ഷെ ഇപ്പൊ ഇവന്റെ അച്ഛൻ ഹോസ്പിറ്റലില്ല. അപ്പൊ ഇവന് ഈ കൊച്ചിനെ ഇവിടെ ഒറ്റക്ക് ഇട്ടിട്ട് അങ്ങോട്ട് പോണോന്ന്. എന്ത് മനസാക്ഷിയില്ലാത്ത പരിപാടിയാണ്. അച്ഛനാണോ വലുത്? നമുക്ക് ഇതല്ലേ വലുത്. എന്നാലും ചേട്ടാ ഞാൻ ആശുപത്രി ചെന്നാലേ കാര്യം നടക്കും. ഈ ആശുപത്രിയിൽ പോകണ്ട. ഇവന്റെ കൂടെ ഒരു സഹായത്തിന് ഞാനും കൂടി പോവാം. നിങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ എന്റെ അച്ഛനാണെന്ന് എങ്ങനെ തിരിച്ചറിയും? എന്താ നിന്റെ അച്ഛന്റെ പേര്? ദിവാകരൻ. ഏത് ദിവാരൻ? ടൗണില് അമൽ ജുവലറി, അമൽ തടിമില്ല്, അമൽ ടെക്സ്റ്റൈൽസ് ഒക്കെ നടത്തുന്ന ദിവാരൻ മലയാളിയാ? ആ മോനാണ്. പേര് അമല്. ദൈവമേ, ഇവൻ ചെറിയൊരു കൊച്ചു മുതലാളിയാ. എന്റെ കൊച്ചു മുതലാളി. ഇങ്ങോട്ട് പാടി, ഇങ്ങോട്ട് പാടി. ഈ ബന്ധം നടന്നു കിട്ടിയാ നമ്മൾ രക്ഷപ്പെട്ടു. അത് ഞങ്ങൾക്കൊരു കാര്യം ചെയ്യാം, ഈ ബന്ധം എങ്ങനെയെങ്കിലും നടത്താനുള്ള പരിപാടി നോക്കാം. അടുത്ത മിഷൻ അതാണ്. പക്ഷെ നടന്നു കഴിഞ്ഞാൽ വേറെ കുഴപ്പമുണ്ട്. എന്താ, ഈ സ്വർണ്ണക്കടയും തടിമില്ലും ഞാൻ ഒറ്റക്ക് കൊണ്ടു നടക്കേണ്ട വരൂലേ? അല്ല, രണ്ടു കൂടി ഒറ്റക്ക് നടത്തണ്ട. നീ തടിമില്ല് നോക്കി എടുത്താൽ മതി. ജ്വല്ലറി ഞാൻ നോക്കി നടത്തി. അല്ലെങ്കിൽ അച്ഛൻ ഇതിന് ആക്രാന്തം കൂടുതലാണ്. അതുകൊള്ള തടിമില്ലും ജ്വല്ലറി എല്ലാം കൂടി നിനക്ക് നടത്തണം. അപ്പൊ നിനക്ക് ആക്രാന്തം. ആ, ഇവളെ പ്രേമിച്ച് കെട്ടിയെന്ന് പറഞ്ഞ് എനിക്ക് 10 രൂപ പൈസ തന്നിട്ടില്ല. നാളെ ജ്വല്ലറിയിൽ വന്ന് 2 പവൻ എടുത്തോ. അതെ, ഒരു ബന്ധമില്ലാത്ത ആൾക്കാരെ ഞാൻ ആശുപത്രിയിലേക്ക് പോകട്ടെ. ഇങ്ങനെയൊക്കെ അല്ലേ ബന്ധമൊക്കെ ഉണ്ടാകണം. മോനിപ്പ എന്തിനാ വന്നത്? ആ കൊച്ചിനോട് ഇഷ്ടം പറയാം, അതങ്ങോട്ട് ചെന്ന് പറയേ. എന്തോ ഗ്രൗണ്ട് സപ്പോർട്ടാ എനിക്ക് ഇവിടെ. നല്ല ആൾക്കാരല്ലേ. ഞാൻ പറയട്ടെ എന്നാ. അതെ, നിങ്ങളുടെ കുട്ടീനെ അറിയാവോ? ഈ നാട്ടിലൊരു അറിയപ്പെടുന്ന വലിയ മനുഷ്യന്റെ മോളാ. ചുമ്മാ അല്ല, അച്ഛന്റെ ഒരു ചായ കൊച്ചിനില്ല. ഞാനല്ലേ? ആണോ? സ്വയം പറഞ്ഞപ്പോ ചെറുതായി പോവേണ്ട. പറഞ്ഞു. അതെ, ഐ ലവ് യു. അച്ഛാ, ഹിന്ദിക്കാരിയാ. എന്താ പിന്നെ ഹിന്ദി തന്നെ പറഞ്ഞേക്കാം. മേനെ പ്യാർ കിയാ തൂ ഡർനാ ക്യാ. മേനെ പ്യാർ കിയാ തൂ ഡർനാ ക്യാ. അപ്പൊ സംഗതി കൊള്ളാം. എല്ലാവർക്കും അങ്ങ് ഇതായല്ലേ? അപ്പൊ അവക്ക് ഇഷ്ടമായോ എന്നും കൂടി നമുക്ക് ചോദിക്കണമല്ലോ. ഇതിലിപ്പോ എന്ത് സമ്മതം ചോദിക്കാനാ? എനിക്ക് ഇഷ്ടപ്പെട്ട്. ഈ കല്യാണത്തിന് എനിക്ക് സമ്മതാ. ഞാൻ രക്ഷപ്പെട്ടു. ഞാൻ ഇവിടെ അല്ലേ സ്നേഹിച്ചത്. നിങ്ങൾ എന്തിനാണ് സമ്മതം തന്നത്? എന്റെ കൊച്ചി, അവളെ എന്റെ അനിയത്തിയാണ്. ഞാൻ പറഞ്ഞ അവള് കേക്കും. അവള് ചേച്ചിയാന്ന് പറയാനാ? അച്ഛനറിയാവുന്ന കാര്യല്ലേ? അച്ഛനാ? പൊന്നോ, ഇവര് അച്ഛനും മക്കളും വന്നു. ഞാൻ മരുമോനാ. പിന്നെ ഇതിൽ എന്റെ ഭാര്യ, അതിൽ ഞാൻ ഇതിനെ കൊണ്ടുപോകാൻ പറഞ്ഞത്. ഫാമിലി പാക്കേജ് ആണല്ലേ? അതെ, നമ്മുടെ കാര്യങ്ങളൊക്കെ അറിഞ്ഞല്ലോ. അവളുടെ മറുപടി ഒന്ന് അറിയാം. മോളെ, എങ്ങനെയുണ്ട് ഈ ചെറുക്കനെ? മോക്ക് ഇഷ്ടപ്പെട്ടോ? എനിക്ക് ഇഷ്ടപ്പെട്ടച്ചാ. എത്ര പെട്ടെന്ന് എങ്ങനെ ഇഷ്ടപ്പെട്ടു? സ്വന്തം അച്ഛന് സുഖമില്ലാന്ന് പറഞ്ഞിട്ട് ആശുപത്രി പോവാതെ എനിക്ക് വേണ്ടി ഇവിടെ നിന്നില്ലേ? ഈ നല്ല മനസ്സുള്ള ചേട്ടനെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അടിപൊളി. അപ്പൊ എല്ലാരും ഹാപ്പി ആയല്ലോ? അപ്പൊ നമുക്ക് കല്യാണത്തിന്റെ പരിപാടിയിലേക്ക് അങ്ങ് കടക്കാം. വക്കീല് വിളിക്കുന്നുണ്ട്. ഹലോ, വലിയ കാശുകാരല്ലേ? അയ്യോ, പിന്നെ മൂട് പോയാ? മൂട് കളയല്ലേ? മൂടോടെ പോയി. വേറൊന്നുമല്ല, കൊച്ചച്ഛനുമായിട്ട് വസ്തു തർക്കത്തിന് പേരൊരു കേസ് ഉണ്ടായിരുന്നു. ആ കേസ് ഞങ്ങൾ തോറ്റുപോയി. ഉണ്ടായിരുന്ന സ്വത്തുക്കളെല്ലാം പോയി. കേറി കിടക്കാൻ ഒരു വീട് പോലും ഇല്ല. അപ്പൊ നമ്മുടെ മറ്റതൊക്കെ ഡിലീറ്റ് ചെയ്യാം. പിന്നെ അതായത് മോളെ, പെട്ടെന്നൊരു കല്യാണം വന്നു, അതങ്ങ് മുടങ്ങിപ്പോയി. മോളതൊക്കെ അങ്ങ് മറന്നു കളാ. അത് പറ്റൂല. എനിക്ക് ഈ ചേട്ടനെ തന്നെ മതി. മോളുടെ അച്ഛനാണ് പറയുന്നത്. കോടീശ്വരനായ സ്വന്തം അച്ഛനെ ഉപേക്ഷിച്ചിട്ട് എനിക്ക് വേണ്ടി ഇവിടെ നിന്നതായി ഈ ചേട്ടൻ. ആ ചേട്ടന് വേണ്ടിട്ട് 10 പൈസ കയ്യിലില്ലാത്ത ഈ അച്ഛനെ ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറാ. നമ്മുടെ മിഷൻ ഫ്ലവർ ടൈൽ ഫെയിൽഡ്, വേസ്റ്റഡ്. അച്ഛാ